മാത്രമല്ല, ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച അഭിഷിക്തൻ സുനിൽ പാസ്റ്റർക്കും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും ഈ സമയം അർപ്പിക്കുക. പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവിൽ ശരണപ്പെട്ട് ഞാൻ ചിന്തിക്കുന്നു. ഒരിക്കൽ പൗലോസ് അപ്പോസ്തലൻ പുഴവക്കത്തിരിക്കുന്ന സമയത്ത് അവിടെ കൂടി വന്ന സ്ത്രീകളോട് പൗലോസ് അപ്പോസ്തലൻ ദൈവവചനം സംസാരിക്കുമ്പോൾ അതിൽ ദൈവഭക്തിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ പേരത്രേ ലുദിയ. പൗലോസ് അപ്പോസ്തലൻ വചനം സംസാരിക്കുമ്പോൾ കർത്താവ് അവളുടെ ഹൃദയത്തെ തുറന്നു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കർത്താവ് അവളുടെ ഹൃദയത്തെ തുറന്നപ്പോൾ അവിടെ മറ്റൊന്ന് സംഭവിച്ചു. അവൾ അവളുടെ ഭവനത്തെ കർത്താവിന് വേണ്ടി തുറന്നു കൊടുത്തു. പിന്നത്തേതിൽ ലുദിയയുടെ ചരിത്രം പഠിക്കുമ്പോൾ അനേകം പേർ ക്രിസ്തുവിനെ അവളിലൂടെ അറിഞ്ഞതായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്നവർ, അതെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുകയും ഹല്ലേലൂയ, ചില അത്ഭുതങ്ങൾ, ചില അടയാളങ്ങൾ ഇന്ന് ഓരോരുത്തരുടെ ജീവിതത്തിലും നടക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 1-ഉം അതിന്റെ 4-ാമത്തെ വാക്യവുമാണ് ഞാൻ എടുക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യവും അതിന്റെ 4-ാമത്തെ വാക്യവും. അവിടെ യേശു പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എന്റെ പിതാവ് തോട്ടക്കാരൻ ആകുന്നു. ഒരിക്കൽ കൂടെ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എന്റെ പിതാവ് തോട്ടക്കാരൻ ആകുന്നു. അതിന്റെ 4-ാമത്തെ വാക്യം, എന്നിൽ വസിക്കുവിൻ, എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയുകയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ യേശു ക്രിസ്തു ഇവിടെ പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്തേശുവിലൂടെയുള്ള ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ യോഹന്നാൻ വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. തോട്ടക്കാരൻ, മുന്തിരിവള്ളി, കൊമ്പ്, ഇവ മൂന്നും എങ്ങനെയാണോ ബന്ധപ്പെട്ടിരിക്കുന്നത്, അതുപോലെയാണ് പിതാവും പുത്രനും തന്റെ സൃഷ്ടികളായ മനുഷ്യരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പിതാവ് എപ്പോഴും ഈ ഒരു ബന്ധത്തിൽ നിലനിൽക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പിതാവ് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ബന്ധമത്രേ പിതാവും, അതെ, പുത്രനും തന്റെ സൃഷ്ടികളായ മനുഷ്യരും ഒരുപോലെ ആ ഒരു സ്നേഹബന്ധത്തിൽ നിലനിൽക്കുവാൻ സർവശക്തനായ ദൈവം, പിതാവായ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഈ വചനഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, യേശു തന്നെ വെളിപ്പെടുത്തുകയാണ്. ഇവിടെ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി എന്ന് പറയുമ്പോൾ യേശു തന്നെ വെളിപ്പെടുത്തുന്നു. എന്റെ പിതാവ് തോട്ടക്കാരൻ എന്ന് പറയുമ്പോൾ യേശു പിതാവായ ദൈവത്തെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. കൊമ്പുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മെയും കർത്താവ് ഇവിടെ വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. യോഹന്നാന്റെ സുവിശേഷം 13, 14, 15 അധ്യായങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇവിടെ യേശു സംസാരിക്കുന്നത് തന്റെ ശിഷ്യന്മാരോട് മാത്രമാണ്. ഹല്ലേലൂയ. ആ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് യേശു തന്റെ ശിഷ്യന്മാരോട് മാത്രമാണ്. കർത്താവ് തന്റെ അവസാന നാളുകളിൽ തന്റെ ശിഷ്യന്മാരോട് മാത്രം സംസാരിക്കുന്ന, തന്റെ ഹൃദയത്തെ തുറക്കുന്ന, തന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ കർത്താവ് ശിഷ്യന്മാരോട് പങ്കുവെക്കുന്ന ചില അധ്യായങ്ങളാണ് ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തന്നോട് പ്രിയം വെച്ച് രാപ്പകലില്ലാതെ തന്നോട് ചേർന്ന് നടക്കുന്ന തന്റെ ശിഷ്യന്മാരോട് മാത്രമായിട്ട് കർത്താവ് സംസാരിക്കുന്നതാണ് ഈ ചില വചനങ്ങൾ എന്ന് പറയുന്നത്. അവിടെ തന്നെ പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു തന്നെ വെളിപ്പെടുത്തുകയാണ്. 14-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ പിതാവിന്റെ അടുക്കൽ ആരും തന്നെ എത്തുന്നില്ല എന്ന് പറയും. ഹല്ലേലൂയ. തന്നോട് പ്രിയം വെച്ചിരിക്കുന്നവരോട് മാത്രമാണ് എപ്പോഴും കർത്താവ് തന്റെ ഹൃദയത്തെ തുറക്കുന്നത്.
ഇതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, ഇതിൽ 11 ശിഷ്യന്മാർ മാത്രമേ ഉള്ളൂ. യൂദ അവിടെ ഇല്ല. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കുക, 11 ശിഷ്യന്മാരോട് മാത്രം. യൂദയെ ഇതിനു മുന്നേ തന്നെ കർത്താവ് പറഞ്ഞു വിടുന്നതായിട്ട് 13-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതെ, ഞാനൊരു ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പറയട്ടെ, യേശു ആഗ്രഹിക്കുന്നത്, യേശു തന്റെ ഉള്ളത്തെ തുറക്കുന്നത് തന്റെ കൂടെ നിൽക്കുന്ന ജനങ്ങളോടാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനും നിങ്ങളും കർത്താവിനോടൊപ്പം നടക്കുകയാണ് എങ്കിൽ, രാപ്പകലില്ലാതെ കർത്താവിന്റെ വചനത്തെ ധ്യാനിക്കുകയാണ് എങ്കിൽ, ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് തന്റെ ഹൃദയത്തെ നമുക്ക് വേണ്ടി തുറന്നു തരും. കർത്താവ് നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. ഇവിടെ തന്റെ ശിഷ്യന്മാരോട് മാത്രമായിട്ട് സംസാരിച്ച വചനങ്ങളാണ്. വളരെ അർത്ഥവത്തായിട്ടുള്ള, വളരെ പ്രയോജനകരമായിട്ടുള്ള, ശിഷ്യന്മാർക്ക് ബലം കൊടുക്കുന്ന, ശിഷ്യന്മാർക്ക് ധൈര്യം കൊടുക്കുന്ന ഹല്ലേലൂയ തിരുവചനങ്ങളാണ് കർത്താവ് ഇവിടെ സംസാരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എന്റെ പിതാവ് തോട്ടക്കാരൻ. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടി പറയട്ടെ, പിതാവാണ് കർത്താവായ യേശു ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയെ ഈ ഭൂമിയിൽ നട്ടത്. പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയെ ഈ ഭൂമിയിൽ നട്ടു. എന്തിനു വേണ്ടി? ശരിയായ ഒരു ആത്മീയ ജീവിതത്തിന്റെ ഉറവിടം മനുഷ്യനെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. ശരിയായ ആത്മീയ ജീവിതത്തിന്റെ ഒരു ഉറവിടം ക്രിസ്തുവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ശരിയായ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ഉറവിടവും കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. എന്തിനാണ് യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ ഒരു മുന്തിരിവള്ളിയായിട്ട് നട്ടത് എന്നതിനെ കുറിച്ച് അല്പസമയം ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ ഒരു മുന്തിരിവള്ളിയായി ഇട്ടു. ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നാം പഴയ നിയമ ചരിത്രത്തിലേക്ക് ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൽ ഈ മുന്തിരിവള്ളി ആരായിരുന്നു? ആ മുന്തിരിവള്ളിക്ക് എന്താ സംഭവിച്ചത്? എന്തുകൊണ്ട് പിതാവിന് യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് നട്ടു എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. സങ്കീർത്തനം 80-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, നീ മിസ്രൈമിൽ നിന്നും ഒരു മുന്തിരിവള്ളിയെ കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞു, അതിനെ നട്ടു, അതിന് തടമെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു. മിസ്രൈമിൽ നിന്നും ഒരു മുന്തിരിവള്ളിയെ കൊണ്ടുവന്ന് അതെ പിതാവായ ദൈവം ഒരിടത്ത് നട്ടു. ഹല്ലേലൂയ. അതെങ്ങനെ നട്ടു? ജാതികളെ നീക്കിക്കളഞ്ഞു, അതിനെ നട്ടു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അവൻ അതിന് ചുറ്റും വേലി കെട്ടി സംരക്ഷിച്ചു. താൻ നട്ട മുന്തിരിവള്ളിക്ക് ചുറ്റും അതെ പിതാവായ ദൈവം വേലി കെട്ടി അതിനെ സംരക്ഷിക്കുക കൂടെ ചെയ്തു. ഹല്ലേലൂയ. ഇവിടെ മുന്തിരിവള്ളിയായിട്ട് പറയുന്നത് നമുക്കറിയാം, ഇസ്രായേൽ മക്കളെയാണ് മുന്തിരിവള്ളിയായിട്ട് പറയുന്നത്. ഇസ്രായേൽ ജനത്തെയാണ് മുന്തിരിവള്ളിയായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഇസ്രായേൽ രാഷ്ട്രത്തെയാണ് മുന്തിരിവള്ളിയായിട്ട് ഇവിടെ പറയുന്നത്. ദൈവം അവരെ ഒരു ദേശത്ത് കൊണ്ട് നട്ടു. അതെ, കനാൻ ദേശത്ത് കൊണ്ട് നട്ടു. സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ അവൻ ജാതികളെ നീക്കിക്കളഞ്ഞു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, അവൻ കല്ലുകളെ പറക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, അവിടെ ജാതികളെ കുറിച്ച് പഠിക്കുമ്പോൾ 7 ജാതികളെയാണ് അവിടെ നിന്നും നീക്കിക്കളഞ്ഞത്. തന്റെ ജനത്തിനു വേണ്ടി സുഖമായി താമസിക്കുവാൻ, തന്റെ ജനത്തിന് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി 7 ജാതികളെ അവിടെ നിന്നും നീക്കിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, 7 ജാതികൾ, ഹിത്യർ, ഗിർഗസ്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, എബൂസ്യർ തുടങ്ങിയ 7 ജാതികളെ ഇസ്രായേൽ ജനങ്ങളുടെ കരങ്ങളിലേക്ക് സർവശക്തനായ ദൈവം അങ്ങ് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയ ജനമേ, നമ്മെ കർത്താവ് ഒരു സ്ഥലത്ത് ആക്കി കഴിഞ്ഞാൽ, കർത്താവ് എന്ത് പ്രതികൂലങ്ങൾ വന്നാലും അതിനെ നീക്കുവാനുള്ള ശക്തി നമുക്ക് നൽകും എന്നതിൽ യാതൊരു സംശയമില്ല. ആവർത്തന പുസ്തകം 7-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇസ്രായേൽ ജനത്തെക്കാൾ വലിപ്പമുള്ളവർ, ഇസ്രായേൽ ജനത്തെക്കാൾ പെരുപ്പമുള്ളവരാണ് ഈ ജാതികൾ. ഹല്ലേലൂയ. 7 ജാതികൾ, അവർ ഇസ്രായേൽ ജനത്തെക്കാൾ ബലമുള്ളവർ, ഇസ്രായേൽ ജനത്തെക്കാൾ ശക്തിയുള്ളവർ, ഇസ്രായേൽ ജനത്തെക്കാൾ കഴിവുള്ളവർ. പക്ഷെ ഞാൻ ഈ പ്രഭാതത്തിൽ ഒരു കാര്യം പറയട്ടെ, എത്ര ശക്തിയുള്ളവനും എത്ര ബലമുള്ളവനും എത്ര കഴിവുള്ളവനും ആയിക്കൊള്ളട്ടെ, എന്റെ പിതാവിന്റെ സന്നിധിയിൽ
എന്റെ പിതാവിന്റെ കാൽ കീഴിലെ പൊടി മാത്രമാണ് ഈ ശത്രുക്കൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ ബലം പ്രാപിക്കുക. ഈ വചനം കേൾക്കുമ്പോൾ നാം ശക്തിയുള്ളവരായിരിക്കുക. ഹല്ലേലൂയ. ഉണ്ടത്രേ യഹോവയായ ദൈവം. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നീ അവരെ തോൽപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ശത്രുക്കളോട് ഒരു ദാക്ഷിണ്യവും കാണിക്കാത്ത സർവകൃപാലുവായ ദൈവം. ഹല്ലേലൂയ. തന്റെ മകൻ ഏതു രീതിയിലും സംരക്ഷിക്കുന്ന സർവകൃപാലുവായ ദൈവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതെ, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന പിതാവായ ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് ധൈര്യം പകരുന്ന ഒരു വചനം നിങ്ങളോട് പറയട്ടെ. നമുക്കെതിരെ നിൽക്കുന്ന ശത്രുക്കളുടെ എണ്ണം എത്ര വലിപ്പമുള്ളതായിരുന്നാലും, നമുക്കെതിരെ നിൽക്കുന്ന ശത്രുക്കൾ എത്ര ബലമുള്ളതായിരുന്നാലും, നമുക്കെതിരെ നിൽക്കുന്ന ശത്രുക്കൾ എത്ര കഴിവുള്ളവരായിരുന്നാലും, ഹല്ലേലൂയ, ഒരുപക്ഷെ നമ്മളെക്കാൾ ബലമുള്ളവരായിരിക്കാം, നമ്മളെക്കാൾ കഴിവുള്ളവരായിരിക്കാം, നമ്മളെക്കാൾ ശക്തന്മാരായിരിക്കാം. എന്നാൽ ഒരു കാര്യം ചിന്തിക്കുക, നമ്മോട് കൂടെയുള്ളവർ അവനോട് കൂടെയുള്ളവരെക്കാൾ ബലമുള്ളവനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മോട് കൂടെയുള്ളവർ അവനോട് കൂടെയുള്ളവനേക്കാൾ ബലമുള്ളവരാണെന്നുള്ള ഒരു ചിന്ത മാത്രം നമ്മളെ ഭരിച്ചു കഴിഞ്ഞാൽ നാം ഒരു ശത്രുവിന്റെ മുന്നിലും കീഴടങ്ങേണ്ടതായിട്ട് വരത്തില്ല. ഒരു ശത്രുവിനെയും നാം ഭയന്ന് പോകത്തില്ല. ഹല്ലേലൂയ. ശത്രു എത്ര ആയുധം ഉപയോഗിച്ചാലും ആ ആയുധത്തെ തകർക്കുവാൻ എന്റെ കർത്താവിന് സാധിക്കും. ശത്രു എത്ര വലിയ ആയുധം ഉപയോഗിച്ചാലും അതിനേക്കാൾ വലിയ ആയുധം ഉപയോഗിക്കുവാൻ എന്റെ സാധിക്കും. ഹല്ലേലൂയ. ശത്രുക്കൾ നമുക്കെതിരെ തീയമ്പുകൾ എയ്തുകൊള്ളട്ടെ, ശത്രുക്കൾ നമ്മുടെ ആരോഗ്യത്തിന് എതിരെ തീയമ്പുകൾ എയ്തുകൊള്ളട്ടെ, ശത്രുക്കൾ നമ്മുടെ കുടുംബങ്ങൾക്ക് നേരെ തീയമ്പുകൾ എയ്തുകൊള്ളട്ടെ, എല്ലാത്തിനും തകർക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഏതൊരു ആയുധത്തിനെയും തകർക്കുവാൻ എന്റെ പിതാവിന്റെ പക്കൽ ആയുധമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ കണ്ണ് തുറന്നൊന്ന് കണ്ടാൽ മതി. ഹല്ലേലൂയ. നമ്മളെ എത്രത്തോളം കരുതുന്നവനാണ് നമ്മുടെ പിതാവ്, നമ്മൾ അത്രത്തോളം സ്നേഹിക്കുന്നവനാണ് നമ്മുടെ പിതാവ്. അതിനൊരു ഉദാഹരണം കൂടി പറഞ്ഞുകൊള്ളട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇവിടെ എലീശ പ്രവാചകന്റെ ഒരു കാര്യം നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. എലീശ പ്രവാചകന്റെ ശിഷ്യനായിരുന്നു ഗേഹസി. ഒരു ദിവസം പ്രഭാതത്തിൽ ഗേഹസി അവർ താമസിക്കുന്ന ആ ഭവനത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗേഹസി ഒരു കാഴ്ച കാണുകയാണ്. ഗേഹസി കാണുന്ന കാഴ്ച, അതെ, അരാം രാജ്യത്തിന്റെ സൈന്യം, ആയിരക്കണക്കിന് സൈന്യം ഇതാ തങ്ങളുടെ പട്ടണത്തെ ചുറ്റിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഗേഹസി നിലവിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടുകയാണ്. തന്റെ പ്രവാചകനോട്, തന്റെ ഗുരുവിനോട് ചെന്ന് പറയുന്നു, അല്ലയോ പ്രവാചക, നമുക്കിനി രക്ഷയില്ല, നമുക്കിനി ഒരു രക്ഷയുമില്ല. കാരണം അരാം രാജാവിന്റെ സൈന്യം നമ്മെ വളഞ്ഞിരിക്കുകയാണ്. നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കാത്ത തരത്തിൽ അരാം രാജാവിന്റെ സൈന്യം നമ്മെ വളഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ഗേഹസി ഇങ്ങനെ ഭയന്ന് വിറച്ചു നിൽക്കുമ്പോൾ എലീശ പ്രവാചകൻ, ഹല്ലേലൂയ, തെല്ലും ഭയന്നില്ല. എലീശ പ്രവാചകൻ ഇത് കേട്ട് പുറകോട്ട് ഇറങ്ങി ഓടിയില്ല. പക്ഷേ എലീശ പ്രവാചകൻ അവിടെ ഇരുന്നു കൊണ്ട് തന്റെ ആത്മീയ ദൃഷ്ടി കൊണ്ട് ഒരു കാഴ്ച കാണുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് ഗേഹസിയെ സമാധാനപ്പെടുത്തുകയാണ്. ഗേഹസിയെ സമാധാനപ്പെടുത്തിയിട്ട് ഇങ്ങനെ പറയുന്നു, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ നാം നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചു വെക്കേണ്ട ഒരു വാക്യമാണ്. ഹല്ലേലൂയ. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ഇരുന്നുണ്ട് നിങ്ങൾ കർത്താവിനൊന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിക്കേണ്ട, ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എഴുതിയിടേണ്ട ഒരു വാക്യമാണ്, നമ്മെ ബലപ്പെടുത്തുന്ന ഒരു വാക്യമാ, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു വാക്യമാ, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശത്രു കൊണ്ടിട്ടാലും, ഏത് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ശത്രു കൊണ്ടിട്ടാലും, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു വാക്യം മാത്രം നമ്മൾ പറഞ്ഞാൽ മതി, നമ്മളോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. ഹല്ലേലൂയ. ഒരു പക്ഷേ നമ്മുടെ വഴിയെ തടസ്സം വെച്ചുകൊണ്ട് യെരിഹോ മതിലുകൾ കെട്ടി ഉയർത്തിയാലും, ഹല്ലേലൂയ,
ബാബേൽ ഗോപുരത്തെ തകർത്ത സർവശക്തനായ ദൈവം. എത്ര ഉയരത്തിൽ കെട്ടിയ എരിഹോ മതിലായിരുന്നാലും അതിനെ സമഭൂമിയാക്കുവാൻ എന്റെ സർവശക്തനായ ദൈവത്തിന് കഴിയും എന്നതിന് യാതൊരു സംശയമില്ല. ഇവിടെ ഒരു ആത്മീയ കാഴ്ചപ്പാടാണ് എലീശ പ്രവാചകൻ കാണുന്നത്. ഹല്ലേലൂയ. സ്വർഗീയ രഥങ്ങൾ, അഗ്നിമയമായ രഥങ്ങൾ, ഹല്ലേലൂയ, തനിക്ക് ചുറ്റും നിൽക്കുന്ന സ്വർഗീയ സൈന്യം ഇറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച ഇവിടെ എലീശ പ്രവാചകന് കാണുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പ്രഭാതത്തിൽ ഒരു ദൂത് നിങ്ങളോട് പറയട്ടെ. സ്വർഗീയ കാഴ്ചപ്പാട്, സ്വർഗീയ ദർശനമുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ഭവനത്തിലുണ്ട് എങ്കിൽ, സ്വർഗീയ ദർശനമുള്ള സ്വർഗീയ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ സാധിക്കും. സ്വർഗീയ ദർശനങ്ങൾ കാണുവാൻ കഴിവുള്ള ഒരു പിതാവ് നിങ്ങളുടെ ഭവനത്തിലുണ്ട് എങ്കിൽ ആ പിതാവിന് മറ്റുള്ളവരെ ഹല്ലേലൂയ ബലപ്പെടുത്തുവാൻ സാധിക്കും, ശക്തിപ്പെടുത്തുവാൻ സാധിക്കും. സ്വർഗീയ കാഴ്ചപ്പാടുള്ള ഒരു മാതാവ് ഒരു ഭവനത്തിലുണ്ട് എങ്കിൽ ആ മാതാവിന് മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുവാൻ സാധിക്കും. സ്വർഗീയ ദർശനങ്ങൾ കാണുവാൻ കഴിവുള്ള കുഞ്ഞുങ്ങൾ ഒരു ഭവനത്തിലുണ്ട് എങ്കിൽ ഇന്ന് നാം വാർത്താ മാധ്യമങ്ങളിൽ കാണുന്നത് പോലെ ഒരു കൊലപാതകങ്ങളും നമ്മുടെ ഭവനങ്ങളിൽ നടക്കത്തില്ല. ഹല്ലേലൂയ. ഒരു ആത്മഹത്യകളും നമ്മുടെ ഭവനത്തിൽ നടക്കത്തില്ല. ഒരു ഒളിച്ചോട്ടവും നമ്മുടെ ഭവനത്തിൽ നടക്കത്തില്ല. ഒരു ലഹരിയും നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ക്രിസ്തു നമ്മുടെ ലഹരിയായിരിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, അതെ, ഈ കാഴ്ചപ്പാടുകൾ നമുക്ക് പ്രാപിക്കുന്നതിന് വേണ്ടി ഈ സമയം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ശത്രു നമ്മളെ ഒന്ന് എത്തി നോക്കുവാൻ പോലും കഴിയാത്ത തരത്തിൽ സ്വർഗീയ സൈന്യങ്ങളെ കൊണ്ട് നമുക്ക് ചുറ്റും കാവലായി നിർത്തുന്നവനാ നമ്മുടെ പിതാവായ ദൈവം. ഹല്ലേലൂയ. ഇവിടെ എലീശയെ ഗേഹസിയെ ധൈര്യപ്പെടുത്തുകയാണ്. എലീശ ഗേഹസിയെ ധൈര്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പക്ഷേ എലീശയ്ക്ക് അതിനൊരു തെളിവ് കൊടുക്കണമല്ലോ. അതുകൊണ്ട് എലീശ യഹോവയോട് പ്രാർത്ഥിക്കുന്ന 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവേ, ഇവൻ കാണത്തക്ക വിധം ഇവന്റെ കണ്ണ് തുറക്കണമേ. ഹല്ലേലൂയ. എലീശ പ്രവാചകൻ തന്റെ ആത്മീയ കണ്ടുകൊണ്ട് ഒരു കാഴ്ച കണ്ടു. ഈ കാഴ്ച ഗേഹസിക്ക് കാണണമെങ്കിൽ ഹല്ലേലൂയ ഗേഹസിയും തന്റെ ആത്മീയ കണ്ണുകളെ തുറക്കണം. ഇന്ന് പ്രഭാതത്തിൽ നമുക്കും ചില കാഴ്ചകൾ കാണണമെങ്കിൽ, ചില സ്വർഗീയ ദർശനങ്ങൾ കാണണമെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നാമും ചില ആത്മീയ കാഴ്ചകൾ കാണേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ഒരു കൃപ നേടിയെടുക്കുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. യഹോവ ഇവിടെ ഗേഹസിയുടെ കണ്ണിനെ തുറക്കുകയാണ്. ഹല്ലേലൂയ. യഹോവ ഗേഹസിയുടെ കണ്ണ് തുറക്കുമ്പോൾ ഗേഹസി കാണുന്ന കാഴ്ച, ഇത് ഗേഹസിയെ മാത്രമല്ല അത്ഭുതപ്പെടുത്തുന്നത്, നമ്മെ കൂടി അത്ഭുതപ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ. ഗേഹസിയുടെ കണ്ണ് തുറക്കുമ്പോൾ അവൻ കാണുന്നത് എലീശായ്ക്ക് ചുറ്റും, ഹല്ലേലൂയ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ, എലീശായ്ക്ക് ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഒരു മർമ്മം പറയട്ടെ. ശത്രു പട്ടണത്തെ വളഞ്ഞപ്പോൾ ദൈവം തന്റെ ദൂതന്മാരെ കൊണ്ട് പ്രവാചകന് ചുറ്റും വളച്ചിരിക്കുക. ഹല്ലേലൂയ. അതായത് പ്രവാചകനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുക. എലീശായ്ക്ക് ചുറ്റുമെന്നാണ് പറയുന്നത്. അതായത് ശത്രു അകലെ വളഞ്ഞപ്പോൾ ദൈവം നിനക്ക് ചുറ്റും തന്റെ ദൂതന്മാരെ അയച്ചിരിക്കുക. ഹല്ലേലൂയ. അതായത് ശത്രുവിനും എലീശായ്ക്കും ഇടയിൽ തന്റെ ദൂതന്മാരെ കൊണ്ട് മറച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്ത് മനോഹരമായിട്ടുള്ള വചനമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ശത്രുവിന് എലീശയെ കാണുവാൻ സാധിക്കാത്ത തരത്തിൽ തന്റെ ദൂതന്മാരെ കൊണ്ട്, ഹല്ലേലൂയ, തന്റെ അഗ്നിമയമായ രഥങ്ങളെ കൊണ്ട്, തന്റെ സ്വർഗീയ സൈന്യത്തെ കൊണ്ടാണ് ദൈവം, ഹല്ലേലൂയ, അതാ നിറച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കെതിരെ ശത്രു ആഞ്ഞടിക്കുമ്പോൾ ശത്രു നമ്മെ കാണാത്ത തരത്തിൽ, ഹല്ലേലൂയ, ശത്രു നമ്മളെ കാണാത്ത തരത്തിൽ, ഹല്ലേലൂയ, നമുക്ക് ശത്രുവിനെയും കാണാത്ത തരത്തിൽ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യുന്നവനാ നമ്മുടെ പിതാവായ ദൈവം. ഹല്ലേലൂയ. അത്ര വിശ്വസ്തനാ നമ്മുടെ പിതാവായ ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഹല്ലേലൂയ, ഇവിടെ എലീശ ശത്രുവിനെ കാണാത്ത രീതിയിൽ, ശത്രു എലീശയെ കാണാത്ത രീതിയിൽ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. എത്ര ശത്രുക്കൾ, എത്ര വലിയ ശത്രുക്കൾ, എത്ര എണ്ണം പെരുപ്പമുള്ള ശത്രുക്കൾ നമ്മളെ വളഞ്ഞാലും, ഹല്ലേലൂയ, നമ്മെ കാണാത്ത രീതിയിൽ
ദൈവം തന്റെ തൂവലുകൾ കൊണ്ട് മറയ്ക്കും. ഹല്ലേലൂയ. വചനം പറയുന്നു, തന്റെ നമ്മുടെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. തന്റെ ദൂതന്മാരോട് പറയുമെന്നല്ല പറയുന്നത്, അതെ, ദൈവം ഓർഡർ ചെയ്യുകയാണ്. ഇവൻ എന്റെ മകളാ, ഇവൻ എന്റെ മകനാ, ഇവനൊരു ആപത്തും വരാതെ, ഹല്ലേലൂയ, ഇവനൊരു പ്രതികൂലവും വരാതെ, ഇവനൊരു പ്രതികൂലങ്ങളിലും തട്ടി വീഴാതെ, ഇവന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ നമ്മെ സംരക്ഷിക്കുവാൻ ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, കേൾക്കുന്ന വചനങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകട്ടെ. കേൾക്കുന്ന വചനങ്ങൾ നിങ്ങൾക്ക് ബലം നൽകട്ടെ. ഹല്ലേലൂയ. നമുക്ക് മടങ്ങി വരാം. സങ്കീർത്തനങ്ങൾ 80-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോഴും, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 5-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോഴും, ഇവിടെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിവള്ളി തോട്ടക്കാരനായ പിതാവ് ഒരിടത്ത് നട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വളരെ പ്രതീക്ഷയോടുകൂടി ആ മുന്തിരിവള്ളിയെ കർത്താവ് അവിടെ കൊണ്ട് നടുകയാണ്. ഹല്ലേലൂയ. ശത്രു അകത്തു കയറാതിരിക്കുന്നതിന് വേണ്ടി അതിന് ചുറ്റും, ഹല്ലേലൂയ, വേലി കെട്ടി കർത്താവ് സംരക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ മുന്തിരിവള്ളിയെ വെറുതെ അല്ല കർത്താവ് അവിടെ നട്ടത്, തന്റെ പ്രമാണത്തോട് ചേർത്ത് ഈ മുന്തിരിവള്ളി അവിടെ നട്ടു. ഹല്ലേലൂയ. തന്റെ ന്യായപ്രമാണത്തോട് ചേർത്ത് ഈ മുന്തിരിവള്ളിയെ അവിടെ നട്ടു. ഹല്ലേലൂയ. പക്ഷേ കർത്താവ് കാത്തിരുന്നു. പിതാവ് കാത്തിരുന്നു. ഇപ്പോൾ ഫലം കായ്ക്കും, നല്ല ഫലം കായ്ക്കുമെന്ന് പിതാവ് കാത്തിരുന്നുവെങ്കിൽ തന്നെയും, ഹല്ലേലൂയ, അതെ, ഫലം കായ്ച്ചു. സമയത്ത് തന്നെ ഫലം കായ്ച്ചു. പിതാവ് പ്രതീക്ഷിച്ച സമയത്ത് ഫലം കായ്ച്ചു. പക്ഷേ പിതാവ് പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ടുള്ള ഫലമാണ് തനിക്ക് കാണുവാനായിട്ട് സാധിച്ചത്. വചനം പറയുന്നു, അവിടെ കായ്ച്ചത് കയ്പുള്ള കാട്ടുമുന്തിരിയാണ് കായ്ച്ചത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം കൊടുത്ത പ്രമാണത്തെ അവർ വെറുതെ ആക്കി കളഞ്ഞു. ദൈവം കൊടുത്ത പ്രമാണത്തെ, ദൈവം കൊടുത്ത ന്യായപ്രമാണം ഉപേക്ഷിച്ച് കളഞ്ഞു. ഹല്ലേലൂയ. ദൈവം കൊടുത്ത വചനത്തെ അവർ നിന്ദിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ 10 കൽപ്പനകളെയും, ഹല്ലേലൂയ, അവർ ലംഘിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും വേദനാജനകമായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, അതെ, ഈ ആടുകളെ വഴി നടത്തുന്നതിന് വേണ്ടി ദൈവം അയച്ചു കൊടുത്ത ഇടയന്മാർ പോലും ഈ പ്രമാണത്തെ ലംഘിച്ചതായിട്ടാണ് നമുക്ക് വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവർക്ക് ഈ വചനത്തെ പ്രമാണിക്കുവാൻ സാധിക്കാത്ത തരത്തിൽ ഈ പ്രമാണമെല്ലാം അവർക്ക് കാഠിന്യമുള്ളതായിട്ട് മാറി. ഹല്ലേലൂയ. അവർക്ക് ഇതൊരു വലിയ കല്ലായിട്ട് മാറി, ഭാരമുള്ള ഒരു കല്ലായിട്ട് മാറി. ഹല്ലേലൂയ. എന്നിരുന്നാൽ ദൈവം തന്റെ തോട്ടത്തിൽ തന്നെ ഇതിനെ നിർത്തിയിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ ഇസ്രായേൽ ജനം തങ്ങൾക്ക് ഇഷ്ടമുള്ള ഫലം, തങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ കർത്താവിന്റെ പ്രമാണങ്ങൾ അനുസരിക്കാതെ മുന്നോട്ട് പോയതിന്റെ ഫലമായിട്ട് തങ്ങൾ ഇഷ്ടമുള്ള ഫലം തങ്ങളിൽ നിന്ന് വന്നു. ഹല്ലേലൂയ. വളരെ വേദനയോടുകൂടിയാണ് പിതാവ് ഇത് നോക്കിക്കാണുന്നത്. അതിനുദാഹരണം അത്രേ, ഒരിക്കൽ പിതാവ് ഇങ്ങനെ പറഞ്ഞു, ആകാശമേ കേൾക്കാ, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, ഈ മക്കൾ എന്നോട് മത്സരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ എത്രത്തോളം വേദനയാണ് ആ പിതാവിനുണ്ടായത്, എത്രത്തോളം വേദനയാണ് ആ തോട്ടക്കാരന് ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ജാതിയാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ വിളവിന്റെ ആദ്യ ഫലമാണ്. ഹല്ലേലൂയ. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തോടുമായിട്ട് മരുഭൂമിയിലൂടെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ വഴി നടത്തിയതാണ് ഈ പിതാവായ ദൈവം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇസ്രായേൽ ജനം തന്റെ പ്രമാണം വിട്ട് അകന്നു പോയി. തനിക്ക് ലഭിച്ച മുന്തിരി, തനിക്ക് ലഭിച്ച ഫലം എന്ന് പറയും വെറും, അതെ, പുളിപ്പുള്ളതായിരുന്നു. ഹല്ലേലൂയ. എത്ര തന്നെ അകന്നു പോയിരുന്നാലും, തന്റെ ജനം എത്ര അകന്നു പോയിരുന്നാലും, ഒരു കരുണയുള്ള പിതാവിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എപ്പോഴും തന്നോട് ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്ന പിതാവിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. എത്ര തെറ്റുകളിലൂടെ കടന്നുപോയിട്ടും താൻ സ്നേഹിക്കുന്ന, തന്റെ ന്യായപ്രമാണത്തിലെ സ്നേഹമെന്ന് പറയുന്ന, തന്റെ ന്യായപ്രമാണത്തിന്റെ മൂലബിന്ദുവായിരിക്കുന്ന സ്നേഹത്തെ പിതാവ് അവരുടെ മുന്നിൽ കാണിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ.
നല്ലൊരു പിതാവിനെയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. കരുണയുള്ള പിതാവ്, ദീർഘക്ഷമയുള്ള പിതാവ്, സ്നേഹമുള്ള പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. തന്റെ മക്കളെ ഏത് രീതിയിലെങ്കിലും വീണ്ടും മടക്കി വരുത്തണമെന്ന ചിന്തയുള്ള ഒരു പിതാവ്. അതുകൊണ്ട് അത്രേ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ ഒരു മുന്തിരിവള്ളിയായി നട്ടു. ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനെ, ഹല്ലേലൂയ, പിതാവ് ഒരു മുന്തിരിവള്ളിയായി ഈ ഭൂമിയിൽ നട്ടു. ആമേൻ. ഇസ്രായേൽ ജനത്തിൽ നിന്നും, തന്റെ ജനത്തിൽ നിന്നും, തന്റെ ആദ്യ ഫലത്തിൽ നിന്നും, തന്റെ വിശുദ്ധ ജാതി എന്ന കർത്താവ് വിളിപ്പേര് കൊടുത്ത ജനത്തിൽ നിന്നും, ഹല്ലേലൂയ, തനിക്ക് താൻ ആഗ്രഹിച്ച ഫലം ലഭിക്കാതെ വന്നപ്പോൾ തന്റെ ഏകജാതനായ പുത്രനെ, തന്റെ വലത്തുഭാഗത്തിരുന്ന പുത്രനെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ ഭൂമിയിലേക്ക് നട്ടു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പേരെ, ഇതാ ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞത്. ഈ മുന്തിരിവള്ളി, ഈ ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളി പിതാവ് ആഗ്രഹിച്ചതുപോലെയുള്ള ഫലം കായ്ച്ചു. ഹല്ലേലൂയ. ആമേൻ. തന്റെ ആദ്യ ഫലം എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനങ്ങളിൽ നിന്ന് ലഭിക്കാത്ത ഫലം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ തനിക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. ഹല്ലേലൂയ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. എന്നിട്ട് യേശു ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കണം, എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. ഹല്ലേലൂയ. നിങ്ങൾ എന്നിൽ വസിക്കണം, എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞതെന്നറിയാമോ? അതെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നല്ല ഫലം കായ്ക്കുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ല ഫലം കായ്ക്കുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. നമുക്ക് നല്ല ഫലം കായ്ക്കണമെങ്കിൽ നാം കർത്താവിൽ വസിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ എന്നിൽ വസിക്കണം, ഞാൻ നിങ്ങളിലും വസിക്കും. ഹല്ലേലൂയ. നിങ്ങൾ എന്നിൽ വസിക്കുമ്പോൾ എന്നിലുള്ള ഫലം നിങ്ങൾക്കും പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ സാധിക്കാത്തത്, ന്യായപ്രമാണത്തിന് നിവർത്തിക്കുവാൻ സാധിക്കാത്തത് പുത്രനായ ക്രിസ്തു നമുക്ക് നിവർത്തിച്ചു തരികയാണ്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ന്യായപ്രമാണത്തിന്റെ മൂലബിന്ദു എന്ന് പറയുന്നത്, ന്യായപ്രമാണത്തിന്റെ ഏറ്റവും വലിയ കൽപ്പന എന്ന് പറയുന്നത് സ്നേഹമാണ്. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുത്രനായ ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. പിതാവായ ദൈവം ആഗ്രഹിച്ച ആ ഫലം, സ്നേഹമെന്ന് പറയുന്ന ഫലം പുത്രനായ ക്രിസ്തു ഈ ലോകത്തിന് തരികയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടത്രേ കർത്താവ് പറയുന്നത്, പിതാവിനെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. പിതാവിനെ സ്നേഹിച്ചു, അതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളും ഈ ഫലം മറ്റുള്ളവർക്ക് കൊടുക്കണം. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തെ ഇവിടെ തുറന്നു കാണിക്കുക. ആ ഹൃദയം മുഴുവൻ മനുഷ്യനോടുള്ള സ്നേഹമാണ്. ഹല്ലേലൂയ. ഈ യഥാർത്ഥ കാര്യം മനസ്സിലാക്കുവാനായിട്ട്, അതെ, ആ ജനതയ്ക്ക്, പഴയ നിയമ ജനതയ്ക്ക് സാധിച്ചില്ല. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് യേശു ക്രിസ്തു, ഹല്ലേലൂയ, പഴയ നിയമത്തിന് സാധിക്കാത്തതിനെ പുതിയ നിയമത്തിൽ ക്രിസ്തു നമുക്ക് വേണ്ടി തുറന്നു കാണിക്കുകയാണ്. ഹല്ലേലൂയ. ന്യായപ്രമാണം മുഴുവൻ പിതാവിന്റെ സ്നേഹത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ന്യായപ്രമാണം മുഴുവൻ പിതാവിന്റെ സ്നേഹത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തു തന്റെ ജീവിതത്തിലൂടെ അത് വെളിപ്പെടുത്തി തന്നു. ഹല്ലേലൂയ. പിതാവ് ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്, തന്റെ പുത്രനായ ക്രിസ്തുവിൽ നാം വസിക്കണം. ഹല്ലേലൂയ. പിതാവിന്റെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, പുത്രനായ ക്രിസ്തുവിൽ തന്റെ സൃഷ്ടികൾ എല്ലാവരും വസിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പിതാവിനെ നമുക്ക് അതെ പ്രീതിപ്പെടുത്തുവാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, പുത്രനായ ക്രിസ്തുവിനെ അങ്ങ് വിശ്വസിക്കുക, പുത്രനായ ക്രിസ്തുവിനെ അങ്ങ് സ്നേഹിക്കുക. കാരണം പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, പുത്രൻ നമ്മെയും സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് നാം ക്രിസ്തു നമുക്ക് വേണ്ടി കാണിച്ചു തന്ന ഫലം, ഹല്ലേലൂയ, സ്നേഹത്തിന്റെ ഫലം, ഹല്ലേലൂയ, അത് മറ്റുള്ളവർക്ക് നാം പകർന്നു കൊടുക്കേണ്ടതാണ്. ഹല്ലേലൂയ. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 22, 23 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു 9 ഫലങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിലേറ്റവും ആദ്യം കാണുന്നത് സ്നേഹം എന്ന് പറയുന്ന ഫലമാണ്. ഹല്ലേലൂയ. കാരണം ദൈവം സ്നേഹമാണ്.
യേശുക്രിസ്തു സ്നേഹമാണ്. ഈ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തന്നത് ഹല്ലേലൂയ പുത്രനായ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അതെ, സ്നേഹം എന്ന് പറയുന്ന ഫലം നമുക്ക് കാഴ്ച കഴിഞ്ഞാൽ, സ്നേഹം എന്ന് പറയുന്ന ഫലത്തിൽ നാം നിലനിന്ന് കഴിഞ്ഞാൽ മറ്റു ഫലങ്ങളെല്ലാം അതിന്റെ പിന്നാലെ വന്നുകൊള്ളും. അതുകൊണ്ടാണ് പ്രധാന കൽപ്പനയായിട്ട് കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, സ്നേഹം എന്ന് പറയുന്ന കൽപ്പനയ്ക്ക് മുകളിലായിട്ട് വേറെ ഒരു കൽപ്പനയുമില്ല. കാരണം സ്നേഹമുള്ളിടത്ത് സന്തോഷമുണ്ട്, സ്നേഹമുള്ളിടത്ത് സമാധാനമുണ്ട്, സ്നേഹമുള്ളിടത്ത് ദീർഘക്ഷമയുണ്ട്, സ്നേഹമുള്ളിടത്ത് ദയയുണ്ട്, പരോപകാരമുണ്ട്, വിശ്വസ്തതയുണ്ട്, സാമ്യതയുണ്ട്, ഇന്ദ്രജയമുണ്ട്. ഹല്ലേലൂയ. മറ്റനേകം ഫലങ്ങളുടെയും ഒരു ഒറ്റ രൂപമാണ്, സംക്ഷിപ്ത രൂപമാണ് സ്നേഹമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന ഫലം ഇത് തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അത്രേ പുത്രനായ ക്രിസ്തുവിനെ ഹല്ലേലൂയ ഒരു മുന്തിരിച്ചെടിയായി ഭൂമിയിൽ നട്ടു. പിതാവ് ആഗ്രഹിക്കുന്നു നാം ആ മുന്തിരിച്ചെടിയിൽ വസിക്കണം, നാം ആ മുന്തിരിച്ചെടിയിൽ വസിക്കണം. പിതാവിന്റെ സ്നേഹം പുത്രനിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മെ കാണുന്നത്, പിതാവ് നമ്മെ കാണുന്നത് പുത്രനായ ക്രിസ്തുവിലൂടെയാണ്. ഹല്ലേലൂയ. പിതാവ് നമ്മെ കാണുന്നത് പുത്രനായ ക്രിസ്തുവിലൂടെയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഞാനൊരു കാര്യം പറയട്ടെ, പിതാവ് ആഗ്രഹിക്കുന്നത് പുത്രനിലൂടെ നമ്മെ കാണുകയാണ്. ഹല്ലേലൂയ. കാര്യം പറയട്ടെ, നമുക്ക് ആ കർത്താവാകുന്ന മുന്തിരിവള്ളിയിൽ ചേർന്ന് വസിക്കണം. ഹല്ലേലൂയ. നാം കർത്താവാകുന്ന മുന്തിരിവള്ളിയിൽ ചേർന്ന് വസിക്കുമ്പോൾ കർത്താവിൽ നിന്നും ഉള്ള ഫലങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. നമുക്കും ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാം. പിതാവും പുത്രനും അതെ ആ തന്റെ സൃഷ്ടികളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ എപ്പോഴും നിലനിൽക്കാം. ഹല്ലേലൂയ. പിതാവിന്റെ സ്നേഹം പുത്രനിലൂടെ നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിച്ചുകൊണ്ട് ഹല്ലേലൂയ ഈ മൂന്ന് ബന്ധങ്ങളിലും ഉൾക്കൊണ്ടുകൊണ്ട് നിത്യതയോളം നമ്മളെ വഴി നടത്തുവാൻ സർവകൃപാലുവായ ദൈവം തന്റെ സ്നേഹത്തിൽ നമ്മളെ നിലനിർത്തുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. അതെ, ക്രിസ്തുവിന്റെ സ്നേഹം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കാം. ഈ സ്നേഹം നമുക്ക് പകരണമെങ്കിൽ, നമുക്ക് അന്ത്യത്തോളം പകരണമെങ്കിൽ ആ മുന്തിരിവള്ളിയിൽ നമുക്ക് വസിച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതിനായി നമുക്ക് പരിശ്രമിക്കാം, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. സർവകൃപാലുവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര അർത്ഥവത്തായ ശക്തമായ തിരുവചനമാണ് നമ്മൾ കേട്ടത്. ഇതിൽ കൂടി ഈ പ്രസംഗം കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഒന്ന് രണ്ട് വാചകങ്ങളൂടെ പറഞ്ഞതിന് ശേഷം പാസ്റ്റർ ബിജോ വർഗീസ് പ്രാർത്ഥിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള വേദഭാഗമാണ്, എന്നാൽ എത്ര ആഴമായിട്ടുള്ള ഒരു വേദഭാഗമാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. കർത്താവ് പറയാണ്, ഞാൻ മുന്തിരിവള്ളിയാകുന്നു. നമുക്ക് അറിയാം, കർത്താവ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് അവർക്കറിയാവുന്ന ഈ കേൾവിക്കാർക്ക് വളരെ പരിചിതമായ ഉപമകളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും അലിഗറിയിലൂടെയും ഒക്കെയാണ്. അതായത് വളരെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. മുന്തിരിവള്ളി അവരെന്നും കാണുന്നതാണ്. അവർക്ക് അറിയാം, നല്ല ഒരു മുന്തിരിവള്ളി നട്ടാൽ അതിൻ്റെ കൊമ്പുകൾ ആ മുന്തിരിവള്ളിക്ക് അനുസരണമായ അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരണമായ ഫലമാണ് നൽകുന്നതെന്നൊക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഞാൻ മുന്തിരിവള്ളിയാകുന്നു, നിങ്ങൾ കൊമ്പുകളാകുന്നു. അതുകൊണ്ട് എൻ്റെ സ്വഭാവം, നിങ്ങൾ എന്നിൽ വസിക്കുന്നുവെങ്കിൽ എൻ്റെ സ്വഭാവം നിങ്ങൾ കാണിക്കും. കൊമ്പുകൾക്ക് തനിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കൊമ്പിനെ മുറിച്ച് കളഞ്ഞാൽ, മുന്തിരിവള്ളിയിൽ നിന്ന് മാറ്റിക്കളഞ്ഞാൽ പിന്നെ അതിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അത് ഉണങ്ങി നശിച്ചു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്നിൽ വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫലം കായ്ക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയാണ്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ വളരെ ശ്രദ്ധേയമായിട്ടൊരു കാര്യം, യൂദ പോയി കഴിഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. കർത്താവ് 3.5 വർഷം അവിടെ ഇരുന്നിട്ടും 3.5 വർഷം ഇവരോട് നടന്നിട്ട് ഈ കാര്യം പറഞ്ഞില്ല. ഇത് യൂദ മാറിക്കഴിഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത്. അത് യൂദ കൂടെയുള്ള ആളല്ല, അവർ കൂടെ ഇല്ല എന്നുള്ളത് കർത്താവിന് അറിയാമല്ലോ. അപ്പോൾ ആ കർത്താവിൻ്റെ ഭാവമുള്ളവരായിട്ട് നമ്മൾ കർത്താവിൽ വസിച്ചെങ്കിൽ മാത്രമേ ആ കർത്താവിൻ്റെ ഭാവമുള്ളവരായിട്ട് നമുക്ക് ഇരിക്കാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം, ഏലിശ ആ ദർശനമൊക്കെ കണ്ടു, എന്നാൽ ഗേഹസിക്ക് ആ ദർശനമൊന്നും കാണാൻ കഴിച്ചില്ല. എന്ന് വെച്ചാൽ ഗേഹസിയുടെ മനസ്സിലുണ്ടായിരുന്നത് കമ്പിളിപ്പുതപ്പും സ്വർണവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യം മുതലേ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് ദർശനം കാണാൻ കഴിയാതെ പോയത്. എന്നാൽ ആ ദൈവദാസൻ്റെ കൂടെ ശുശ്രൂഷിച്ചിരിക്കുന്നെങ്കിലും അവൻ്റെ ദർശനം വ്യത്യസ്തമായിരുന്നു. ദൈവദാസൻ്റെ ആ സ്വഭാവമോ ആ ദർശനമോ ഒന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല. അദ്ദേഹം ഇതൊക്കെ അതിശയങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിലും
ഈ ഈ ദേവദാസന്റെ സ്വഭാവമൊക്കെ എന്നും കാണുന്നെങ്കിലും ആ സ്വഭാവം ഒന്നും കേകസിയിലോട്ട് പകർന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവന് ആ ദർശനം കാണാൻ കഴിയാതെ പോയത്. ക്രിസ്തുവിൽ വസിക്കുന്നുവെങ്കിൽ കർത്താവ് ആ ദർശനങ്ങളൊക്കെ നമ്മളെ കാണിക്കും. അതുകൊണ്ട് ആ വൃക്ഷത്തെ ഫലം കൊണ്ട് അറിയാം എന്ന് പറഞ്ഞതുപോലെ നാം കർത്താവിൽ വസിക്കുന്നുവെങ്കിൽ, ആ മുന്തിരിവള്ളിയാകുന്ന കർത്താവിൽ വസിക്കുന്നുവെങ്കിൽ ആ മുന്തിരിവള്ളിയുടെ ഫലം നമുക്ക് കായ്ക്കുവാനായിട്ട് കഴിയും. എന്താണ് മുന്തിരിവള്ളിയുടെ ഫലം? കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, മുന്തിരിവള്ളിയുടെ ഫലം എന്താണ്? സ്നേഹം. കർത്താവ് പറഞ്ഞ അതാ, ഞാൻ നിങ്ങൾക്കൊരു കൽപ്പന തന്നിട്ട് ഒത്തിരി കൽപ്പനയൊന്നും തന്നില്ല. നമുക്കറിയാം, അന്ന് യഹൂദന്മാർക്ക് നൂറ് കണക്കിന് കൽപ്പനകളുണ്ടായിരുന്നു. 10 കൽപ്പനകളെ അവർ വ്യാഖ്യാനിച്ച് 600ഉം 700ഉം ഒക്കെ കൽപ്പനകളായിരുന്നു. ഇത്ര ദൂരം നടക്കാം, ഇത്ര 1.5 മൈല് നടക്കാം, അല്ലെങ്കിൽ ഇത്ര ദൂരത്തിൽ കൂടുതൽ നടക്കാൻ പാടില്ല, വെള്ളം കോരുകയാണെങ്കിൽ ഇത്ര തൊട്ടി കോരാം, ഞായറാഴ്ച അല്ലെ ശബത്ത് ദിവസം. അവരങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കി കർത്താവിന് പറഞ്ഞാൽ ഈ സാധാരണ മനുഷ്യർക്ക് പിന്തുടരാൻ കഴിയാത്ത രീതിയിലുള്ള നിയമങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കി. കർത്താവ് ഒരൊറ്റ നിയമമേ തന്നുള്ളൂ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു കൽപ്പന തന്നേച്ചു പോകുന്നു, ഒറ്റ കൽപ്പനയെ തന്നുള്ളൂ, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നൊരു, അത് പറഞ്ഞൊരു പുതിയൊരു കൽപ്പനയാതിരുന്നത്. അതുവരെ ഇല്ലാത്തൊരു കൽപ്പനയാണ്. അതുവരെ സ്നേഹമില്ലായിരുന്നു. അതുവരെ സ്നേഹം ലോകത്തിലുണ്ടായിരുന്നു. ഭാര്യയും ഭർത്താവും ഒക്കെ പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. പിള്ളേരുണ്ടായി, പിള്ളേരെ സ്നേഹിച്ചു. ഭാര്യ ഭർത്താവ് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിലല്ല ജീവിക്കുന്നത്. അന്നെല്ലാം സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവ് പറയാം, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തന്നിച്ചു വന്നു. അതെന്താ പുതിയ കൽപ്പന? അതായത് അന്ന് സ്നേഹിച്ച പോലെ അല്ല സ്നേഹിക്കേണ്ടത് എന്നുള്ളതാണ്. അന്ന് ഇഷ്ടമുള്ളവരെയൊക്കെ സ്നേഹിക്കുന്നത്. ഇന്ന് നമ്മൾ അങ്ങനെയാണല്ലോ. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ നമുക്കങ്ങ് ഭയങ്കര സ്നേഹമാണ്, മരിച്ചു കളയാനുള്ള സ്നേഹമാണ്. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം ആ ആളിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സ്നേഹമല്ല പറഞ്ഞത്. എന്നാൽ ചിലർ നമ്മുടെ അടുത്തോട്ട് വരുമ്പം നമ്മൾ അവിടുന്ന് മാറിക്കളയും. നമ്മളോട് സംസാരിക്കാനായിട്ട് ഒരാൾ വരാമെങ്കിൽ കണ്ണും വെട്ടത്തു നിന്ന് നമ്മൾ പെട്ടെന്ന് മാറിക്കളയും. അല്ലെങ്കിൽ അങ്ങനെ ഒരാളിനെ നമ്മുടെ നേരെ വരുന്നത് കണ്ടാൽ നമ്മൾ ഒഴിഞ്ഞു മാറിക്കളയും. അങ്ങനെയുള്ളവരെ സ്നേഹിക്കാനാണ് കർത്താവ് പറഞ്ഞു. അതാ പറഞ്ഞ പുതിയൊരു കൽപ്പന, അതുവരെ ഇല്ലാത്ത ഒരു പുതിയ കൽപ്പനയാണ്. കർത്താവ് അതാണ്, ശത്രുക്കളെ സ്നേഹിക്കുക. നമുക്ക് ഇഷ്ടമുള്ളവരെ സ്നേഹിക്കാൻ ഒരു പ്രയാസമില്ല. കർത്താവ് പറഞ്ഞു, കൊള്ളക്കാരും കള്ളന്മാരും കൊലപാതകളും ഒക്കെ അവരുടെ ഭാര്യയും പിള്ളേരെയും ഒക്കെ സ്നേഹിക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഇഷ്ടമുള്ളവരെ സ്നേഹിക്കാനായിട്ട് പ്രയാസമില്ല. പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്തവരെ, നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവരെ, അങ്ങനെയുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുമോ? കർത്താവ് അത് ക്രൂശിൽ കിടന്നുണ്ട്. അന്ന് വരെ ലോകത്തിൽ ഒരു മനുഷ്യനും കാണാത്തൊരു കാര്യമാണ് കർത്താവ് ചെയ്തത്. അന്ന് വരെ ഒരു മനുഷ്യനും, ക്രൂശിൽ കിടക്കുന്ന ഒരു മനുഷ്യനും, എല്ലാ മനുഷ്യരും അവർ കണ്ടിട്ടുള്ളത് ചീത്തയും വിളിച്ച്, ഈ ഈ പടയാളികളെയും ചീത്തയും വിളിച്ച്, സകലരെയും ചീത്തയും വിളിച്ച് ഉള്ള ശാപവാക്കുകളൊക്കെ പറഞ്ഞായിരുന്നു അവർ മരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ലോകത്തിൽ അന്ന് വരെ കണ്ടിട്ടില്ല. പ്രിയമുള്ളവരെ, അതാ കർത്താവ് പറഞ്ഞൊരു പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? അത് ഈ പറയാനൊക്കെ, എനിക്കും ഇത് പറയാനൊക്കെ ഈസിയാണ്. പക്ഷേ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, നമ്മളെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്ന ആളുകളെ, അത് ആരാണെങ്കിലും, ശത്രുക്കളാണെങ്കിലും മിത്രങ്ങളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും, അവരെ നമുക്ക് സ്നേഹിക്കാൻ, കർത്താവ് നമുക്ക് സ്നേഹിക്കാൻ കഴിയുമോ? ക്രിസ്തുവിൽ യഥാർത്ഥമായി വസിക്കുന്നുവെങ്കിൽ നമുക്കത് സ്നേഹിക്കാൻ കഴിയും. കർത്താവിൻ്റെ ആ സ്വഭാവം നമ്മൾ കാണിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി വലിയ വീരവാദങ്ങളോ വലിയ കാര്യങ്ങളൊന്നും പറയാതെ കർത്താവിൻ്റെ ആ സ്നേഹം കാണിക്കാനായിട്ട്, കർത്താവ് നീ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസൻ വളരെ ശാന്തനായി പറഞ്ഞുവെങ്കിലും വളരെ ആഴമായിട്ടുള്ള ആ കർത്താവിൻ്റെ ആ കൽപ്പനകൾ, അല്ലെങ്കിൽ ആ പുതിയ നിയമത്തിൻ്റെ അന്തസത്ത മുഴുവൻ കർത്താവിൻ്റെ ദാസൻ പറയാൻ ശ്രമിച്ചല്ലോ. കർത്താവിൻ്റെ ദാസനെ കർത്താവ് ദിവസങ്ങളിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കുടുംബമായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രയർ ലൈൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു.